മാത്തമാറ്റിക്സ് ഇന്ന് ഡിസംബർ 2025 മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. A line PQ of length 60 mm has its end P is 50 mm above HP and 20 mm in front of VP. Its top view and front view measures 50 mm and 40 mm respectively. Draw its projection and determine its true inclination with HP and VP. Also mark it traces. ലൈൻസിനെ കുറിച്ച് നമുക്ക് അറിയണം വെച്ചാൽ നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൊജക്ഷൻ വരയ്ക്കാൻ അറിയണം. അതിനെ റിഫർ ചെയ്തിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യേണ്ടതാകുക. ഫസ്റ്റ് എങ്ങനെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് നോക്കാം. ആദ്യം XY ലൈൻ വരയ്ക്കുക. അതിനുശേഷം പെർപെൻഡിക്കുലറെ ഒരു ലൈൻ വരയ്ക്കുക. ഇതിൻ്റെ പേര് ഒന്ന് A, ഇത് A'. ഇത് VPയിലായ കാരണമാണ് നമ്മൾ A' കൊടുക്കുന്നത്. HPയിലായ കാരണമാണ് A കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഫ്രണ്ട് വ്യൂ ആയ കാരണം A', ടോപ്പ് വ്യൂ ആയ കാരണം Aയും. ഇനി ഈ പെർപെൻഡിക്കുലർ ലൈന് പാരലലായി നമ്മൾ ലൈൻ വരയ്ക്കണം. ഇതിന് ശേഷം ഒരു റഫ് മെഷർമെൻറ്റിൽ ജസ്റ്റ് ഒരു ഇൻക്ലൈൻഡ് ലൈൻ വരയ്ക്കുക. ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കും വരയ്ക്കണം. ഇനി ഈ ഇൻക്ലൈൻഡ് ലൈനിനും പാരലലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. നമ്മൾ ഓരോ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ ഒരു പാരലൽ ലൈൻ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ആദ്യമായിട്ട് വരച്ച ലൈനിന് B1' എന്ന് കൊടുക്കുക. രണ്ടാമതായി ലൈൻ വരച്ചതിന് B എന്നും കൊടുക്കുക. ഈ ഡാഷ് കൊടുക്കുന്നത് നമ്മൾ ഫ്രണ്ട് വ്യൂ ലൈൻ വരച്ച കാരണമാണ് കേട്ടോ. ഇനി B1' എന്ന് ലൈൻ Aയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതേപോലെ ലൈൻ ഈ B പോയിന്റിൽ നിന്ന് A' ലൈനിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഈ B എന്ന് വരച്ച് ഇവിടേക്ക് മുട്ടിച്ച ലൈനിൻ്റെ പേരാണ്, ഈ ലൈനിൻ്റെ പേര് B2 ആണ് കേട്ടോ. ഈ ഇവിടെ ജോയിൻ ചെയ്ത ലൈനിൻ്റെ പേരാണ് B2'. B1' ലൈൻ ഇവിടെ ജോയിൻ ചെയ്തതിൻ്റെ പേരാണ് B1. ഈ B1 നിന്ന് B2 ലൈനിലേക്ക് ഒരു ആർക്ക് വരയ്ക്കണം. അതേ രീതിയിൽ B2' നിന്ന് B1' ഒരു ആർക്ക് വരയ്ക്കണം. ഇനി ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യാം. ഈ ലൈനിൻ്റെ പേരായിരിക്കും A', B'. ഇത് AB. ഇതായിരിക്കും നമ്മുടെ ഫ്രണ്ട് വ്യൂ, ഇതാണ് ടോപ്പ് വ്യൂ. ഈ ലൈൻ AB ആണ് ടോപ്പ് വ്യൂ, A', B' ആണ് ഫ്രണ്ട് വ്യൂ. ഈ ഫ്രണ്ട് വ്യൂയുടെ പ്രൊജക്ഷൻ ആണ് ഈ A', B2'. അതേ രീതിയിൽ ABയുടെ പ്രൊജക്ഷൻ ആയിരിക്കും AB1. നമ്മൾ വരച്ചത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്രണ്ട് വ്യൂയുടെ പോയിന്റും ടോപ്പ് വ്യൂയുടെ പോയിന്റും കൂടി ചേർത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ഇത് സ്ട്രെയിറ്റ് ലൈനേ വന്നാൽ നമ്മൾ വരച്ചത് ശരിയാണെന്ന് അർത്ഥം. ഇനി ഇത് റിഫർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. ആദ്യം XY ലൈൻ വരയ്ക്കുക. ഇതിൻ്റെ ഗിവൺ ബട്ട് പറഞ്ഞില്ല. നമുക്ക് തന്നിരിക്കുന്ന ലൈനിൻ്റെ പേര് PQ എന്നാണ്. ഇതിൻ്റെ ഒറിജിനൽ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്, ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് 60 mm എന്നാണ് തന്നിരിക്കുന്നത്. ദ പോയിന്റ് 50 mm എബോവ് HP എന്നും 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്നും തന്നിരിക്കുന്നത്. A' എന്ന് പറയുന്നത് 15ഉം Aയും 20 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 50 mm 40 mm എന്ന് തന്നിട്ടുണ്ട്. ട്രൂ ഇൻക്ലിനേഷൻ എന്നാൽ ട്രൂ ലെങ്ത് എത്ര ആംഗിളിലാണ് ചരിഞ്ഞിരിക്കുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൊജക്ഷൻ വെച്ചിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ സോൾവ് ചെയ്യുക. സോ A' 15ഉം A 20 നമ്മൾ വരയ്ക്കാം. അതിൽ മാർക്ക് അപ്പം നമ്മൾ ചെയ്യണം കേട്ടോ. മുന്നേ പറഞ്ഞ പോലെ പാരലൽ ലൈൻ വരയ്ക്കുക. നമ്മുടെ ലൈനിൻ്റെ പേര് PQ ആയ കാരണം ഇതിന് P' ഇത് PU ആയിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൊജക്ഷൻ. ഇതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഫ്രണ്ട് വ്യൂവിൻ്റെ ടോപ്പ് വ്യൂവിൻ്റെ ട്രൂ ലെങ്ത്തിൻ്റെ ഇൻക്ലിനേഷൻ തന്നിട്ടില്ല, ദാറ്റ് ഈസ് ആംഗിൾ തന്നിട്ടില്ല. ആകെ നമുക്ക് മെഷർമെൻറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. സോ ഇവിടെ ടോപ്പ് വ്യൂയുടെയും ഫ്രണ്ട് വ്യൂയുടെയും പ്രൊജക്ഷനായ ഈ ലൈൻ ഉണ്ടല്ലോ, A', B2', A, B1, ഈ ലൈനിൻ്റെ മെഷർമെൻ്റ് ആണ് 40ഉം 50ഉം ആയിട്ട് തന്നിരിക്കുന്നത്. സോ നമ്മൾ അതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ പ്ലോട്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് വ്യൂയുടെ ടോപ്പ് വ്യൂയുടെ ആംഗിൾ തന്നിട്ടില്ല, ജസ്റ്റ് എൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുള്ളൂ. സോ നമ്മൾ അതിനെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂയുടെ പ്രൊജക്ഷനായ ഈ A', B2'ഉം A ആൻഡ് B1ലേക്കായിരിക്കും നമ്മൾ തന്നിരിക്കുന്ന 40ഉം 50ഉം പ്ലോട്ട് ചെയ്യുക. B' ടു
റിഫറൻസിൽ A', B2' ആണ്. നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്നത് P', Q2' ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇത് ഫ്രണ്ട് വ്യൂയുടെ പ്രൊജക്ഷൻ ആയ കാരണം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് 40 ആണ്. സോ P', Q2' 40 മില്ലിമീറ്ററിലായിരിക്കും നമ്മൾ വരയ്ക്കുക. ഇവിടെ B2' സ്ട്രെയിറ്റ് ലൈൻ താഴേക്ക് നമ്മൾ വരച്ചിരിക്കുന്നത്. അതേപോലെ ഈ Q2' സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് താഴേക്ക് വരയ്ക്കണം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ടോപ്പ് വ്യൂയുടെ ലെങ്ത്, ദാറ്റ് ഈസ് ഈ AB1 പറയുന്ന ലെങ്ത് 50 എന്നാണ് തന്നിരിക്കുന്നത്. സോ AB' ഇവിടെ നമ്മൾ AB1 ആണ് കേട്ടോ. സോ ഇവിടെ നമ്മൾ PQ1 എന്ന് പറയുന്നത് 50-ലായിരിക്കും വരയ്ക്കുക. ഈ B1 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ മേലേക്ക് വരച്ചിരിക്കുന്നത്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ വെച്ചാൽ ഇവിടെ വരച്ചിരിക്കുന്ന ഈ Q1 സ്ട്രെയിറ്റ് മേലേക്കൊന്ന് വരയ്ക്കണം. നമ്മൾ മുകളിലേക്ക് വരയ്ക്കുന്ന ഈ മെഷർമെൻറ്റ്സ് ഒക്കെ ഒരു വെറുതെ ഒന്ന് വരച്ചാൽ മതി, അതിന് കറക്റ്റ് ലെങ്ത് ഒന്നും ഇല്ല കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ട്രൂ ലെങ്ത് എടുത്ത് ട്രൂ ലെങ്ത് 60 മില്ലിമീറ്റർ, അത് ഈ P' ഈ ലൈനിലേക്കും Pന്ന് ഈ ലൈനിലേക്കും ഒരു ആർക്ക് കട്ട് ചെയ്യണം. സോ ഈ P'-ലേക്ക് 60 മില്ലിമീറ്റർ എടുത്ത് ഈ സ്ട്രെയിറ്റ് ലൈനിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യണം. അതേപോലെ ഈ Pയിലേക്ക് വെച്ച് ഇവിടേക്കും ഒരു ആർക്ക് കട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ ട്രൂ ലെങ്ത്. ഇത് 60 ആയിരിക്കും. നമ്മൾ ട്രൂ ലെങ്ത്തിൻ്റെ ഇൻക്ലിനേഷനാണ് ഇപ്പോൾ വരച്ചത്. സോ ട്രൂ ലെങ്ത്തിൻ്റെ ഇൻക്ലിനേഷൻ നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൊജക്ഷൻ എങ്ങനെയാണ്? A', B1', A, B2 എന്നാണ്. സോ ഇതേപോലെ നമ്മൾ ഇവിടെ എഴുതണം, ദാറ്റ് ഈസ് P', Q1', PQ2 എന്ന്. ഇനി നമ്മൾ വരച്ച ലൈൻസിനെല്ലാം പാരലൽ ലൈൻ വരയ്ക്കുക. നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൊജക്ഷനിൽ B1 നിന്ന് B2ക്ക് ഒരു ആർക്ക് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ടോപ്പ് വ്യൂ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ Q1 നിന്ന് Q2ക്ക് ഒരു ആർക്ക് വരയ്ക്കണം. എന്നിട്ട് ആ കിട്ടുന്ന ആർക്ക് ഈ പോയിന്റ് ടച്ച് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ടോപ്പ് വ്യൂ. സ്റ്റാൻഡേർഡ് പ്രൊജക്ഷനിൽ ഇവിടെ കണ്ടോ B2' നിന്ന് ഈ B1' ഒരു ആർക്ക് വരച്ചിട്ടുണ്ട്. ഈ ആർക്ക് ജോയിൻ ചെയ്താണ് ഫ്രണ്ട് വ്യൂ. ഇതേപോലെ Q2' നിന്ന് ഈ Q1 നമ്മളൊരു ആർക്ക് വരയ്ക്കണം. ഈ ലൈനായിരിക്കും നമ്മുടെ ഫ്രണ്ട് വ്യൂ, ദാറ്റ് ഈസ് Q'. നമ്മുടെ ഇവിടെ ട്രേസസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് വ്യൂവിന് HYക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ട് ഒരു പെർപെൻഡിക്കുലർ ആയ ലൈൻ വരയ്ക്കുക. സോ ഈ പോയിന്റ് ആയിരിക്കും HT'. എന്താ വെച്ചാൽ ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂയിലാണ് ഇരിക്കുക, അത് കാരണം നമ്മൾ ഡാഷ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. സോ ഇത് HT'. ഇനി HT വേണം വെച്ചാൽ ഈ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ വരച്ച ഈ സ്ട്രെയിറ്റ് ലൈനിലേക്ക് ടോപ്പ് വ്യൂ ലെങ്ത്തിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ പോയിന്റ് ആയിരിക്കും HT. വെർട്ടിക്കൽ ട്രേസ് കണ്ടുപിടിക്കാൻ വേണ്ടി ടോപ്പ് വ്യൂ ലെങ്ത്തിനെ XY ലൈനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതേപോലെ ഇതായിരിക്കും VT. ഇനി ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഇനി ഈ പെർപെൻഡിക്കുലർ ലൈനിൽ നമ്മുടെ ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ പോയിന്റ് ആയിരിക്കും VT'. ക്വസ്റ്റ്യനിൽ ഡിറ്റർമിൻ ദ ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് HP ആൻഡ് VP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതങ്ങനെ പറഞ്ഞാൽ ഈ ട്രൂ ലെങ്ത് ഉണ്ടല്ലോ, 60 മില്ലിമീറ്ററിൽ വരച്ചത്, ഈ ട്രൂ ലെങ്ത്തിൻ്റെ ആംഗിൾ എത്രയാണെന്നാണ് മെഷർ ചെയ്യേണ്ടത്. നോക്കാം. ഇവിടെ മെഷർ ചെയ്യുമ്പോൾ ഇത് 39ൻ്റെ അടുത്തായി വരുന്നുണ്ട്. അപ്രോക്സിമേറ്റ് ആയിട്ട് ഇവിടെ 39 വരുന്നത് ഡിഗ്രി. ഇതാണ് നമ്മുടെ തീറ്റ കേട്ടോ. ദാറ്റ് ഈസ് ട്രൂ ലൈനിൻ്റെ ഇൻക്ലിനേഷന് തീറ്റ എന്നും ഫ്രണ്ട് വ്യൂവിൽ തീറ്റയും അതേ രീതിയിൽ ടോപ്പ് വ്യൂവിൽ ഫൈ എന്നാണ് പറയുക. ടോപ്പ് വ്യൂവിൽ ട്രൂ ലെങ്ത്തിൻ്റെ ആംഗിൾ എത്രയാണ് നോക്കാം. ഇവിടെ ഒരു 45 ഡിഗ്രി വരുന്നുണ്ട്. സോ ഫൈ ഒരു 45 ഡിഗ്രി വരുന്നുണ്ട്. എല്ലാവർക്കും ഇത് സെയിമായി വരണമെന്നില്ല, ചെറിയ ഒരു വേരിയേഷൻ വരാം. ചിലപ്പോൾ 39, 40, 41 അങ്ങനെ ചെറിയ വേരിയേഷൻ വരാം കേട്ടോ. ഇവിടെ ചിലപ്പോൾ 45
മേ ബി 44 അല്ലെങ്കിൽ 46 ചെറിയൊരു വേരിയേഷൻ വരാം. സോ ക്വസ്റ്റ്യൻ പറഞ്ഞവർ ട്രൂ ഇൻക്ലിനേഷൻസ് എച്ച് പിയിലും വി പിയിലും വരയ്ക്കാൻ പറഞ്ഞു. ട്രേസസ് മാർക്ക് ചെയ്യാൻ പറഞ്ഞു, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും എടുത്തതിനെ ഈ ഹൊറിസോണൽ ട്രേസ് മാർക്ക് ചെയ്യാനാണ് കേട്ടോ. ഇനി നമുക്ക് കിട്ടിയ ആംഗിൾ നമുക്ക് ഇവിടെ എഴുതണം. ജസ്റ്റ് ട്രൂ ലെങ്ത് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യണം 60 എന്ന്. ഇവിടെയും ട്രൂ ലെങ്ത് മാർക്ക് ചെയ്യണം. പക്ഷെ ഇവിടെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നില്ല. ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ 50യും 40യും അത് കറക്റ്റായി മാർക്ക് ചെയ്യണം. ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് എല്ലാത്തിൻ്റെയും മെഷർമെൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു. ചാനൽ മറക്കാൻ